ഹായ്, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരികയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഇതിൽ തന്നെ പ്രധാനമായിട്ടും ഓർഡറും ഡിഗ്രിയും പഠിക്കാനുണ്ട്. അതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഡിഫറൻറ്റ് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. തുടങ്ങാം. ഫസ്റ്റ് ആദ്യത്തെ ചോദ്യം നോക്ക്. ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ സൈൻ ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇ റൈസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ റൂട്ട് ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, ഇതൊന്നും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യൂല? പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യൂല. അതായത് ഇത് നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രീതിയിലാണ്. നോൺ പോളിനോമിയൽ ഈ ടേംസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ ഫിഫ്ത്ത് റൂട്ട് ഓഫ് ദിസ് ടേം, ഫോർത്ത് റൂട്ട് ഓഫ് ദിസ് ടേം. അതായത് ഈ ഫിഫ്ത്ത് റൂട്ട് നമ്മൾ റൂട്ട് എക്സ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സിനെ നമ്മൾ എക്സ് റൈസ് ടു 1/2 എന്ന് എഴുതാറുണ്ട്. അതേപോലെ ഈ 1 പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഇത് നോക്ക്, ഇത് ഫിഫ്ത്ത് റൂട്ടാണ്. ഫിഫ്ത്ത് റൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് റൈസ് ടു 1/5 ഒന്ന് കൊടുത്താൽ മതി, ഈക്വൽ ടു ഇവിടെ ഫോർത്ത് റൂട്ടാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് വൈ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓൾ റൈസ് ടു 5, ഇതിൻ്റെ ഫോർത്ത് റൂട്ടാണ്. ഫോർത്ത് റൂട്ട് ആണെങ്കിൽ പവറിൽ നിങ്ങൾ റൈസ് ടു 1/4 കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബേസിക്കലി ഇതിപ്പോൾ എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്? ഒരു നോൺ പോളിനോമിയലാണ്. പോളിനോമിയൽ ആണെങ്കിലേ ഓർഡറും ഡിഗ്രിയും ഉണ്ടാവും. അപ്പോൾ ഇതിന് നിങ്ങൾ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ് എഴുതരുത്. അതിൻ്റെ മുമ്പ് ഇത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് പോളിനോമിയൽ ഡിഫറൻഷ്യൽ ആക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക. സൈൻ ഡി വൈ ബൈ ഡി എക്സ് ഒക്കെ ആണെങ്കിൽ അത് പോളിനോമിയൽ ആക്കാൻ റിസ്ക്കാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാം. ഓക്കെ, സിമ്പിളായിട്ട് പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാം. സൈൻ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ ആക്കാൻ പറ്റൂട്ടോ, വേറൊരു രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ ഇതിനെ നിങ്ങൾക്ക് പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റാം. എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കും. ഇവിടെ പവറിൽ 1/5 അല്ലേ, ഈ പവറിൽ ഒരു ഇൻറ്റിജർ വന്നാൽ മതി. ഇവിടെ പവറിൽ 1/4 അല്ലേ, അപ്പോൾ ഇവിടെ പവറിൽ ഒരു ഇൻറ്റിജർ വന്നാൽ പ്രശ്നം തീർന്നു. അപ്പോൾ ഇവിടെ ഇത് ഒഴിവാക്കണമെങ്കിൽ ഞാനൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5/5 1. പക്ഷേ ഇവിടെ അതേ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് പവറിൽ കേട്ടോ, അതായത് നമ്മൾ സ്ക്വയർ എടുക്കാറുള്ള എല്ലാ ഭാഗത്തും. അതേപോലെ റേസ് ടു 5 എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 5/5 1 ആവും, ഇവിടെ 5/4 വരിക. അപ്പോൾ അത് പറ്റൂല, കാരണം ഇവിടെ ഇൻറ്റിജർ ആയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4ൻ്റെ 5ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, രണ്ടിൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 20 അല്ലേ, 20. അപ്പോൾ 20 കൊണ്ട് രണ്ടിൻ്റെയും പവർ റേസ് ചെയ്യുക. അപ്പോൾ അതാ ഇവിടെയും 20 പവറിൽ വരുന്നു, ഇവിടെയും പവറിൽ 20 വരുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ എ റൈസ് ടു എം എൻ. അപ്പോൾ ഇവിടുത്തത് 1 പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ റൈസ് ടു 1/5 ഇൻറ്റു 20 പവറിൽ 4 വരും. 20/5 പവറിൽ 4 ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഓൾ റൈസ് ടു 5 ആൻഡ് ഇവിടെ പവറിൽ വരുന്നത് എന്താ? 20 ഇൻറ്റു 1/4, അതായത് 5 വരും. ഇനി വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യും, ഇതും എക്സ്പാൻഡ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്, നമുക്ക് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആയിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് സെക്കൻഡ് ഓർഡർ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓർഡർ 2 ആയിരിക്കും, അതിൽ സംശയമില്ല. പക്ഷേ ഡിഗ്രി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഡിഗ്രി 1 ആണോ വരിക? അല്ല. എടാ, ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചേ, നല്ലതുപോലെ ആലോചിച്ചോ. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഓർഡർ 2 ആണ്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഏതാണോ അതിൻ്റെ പവറിനെ ഡിഗ്രി എന്ന് പറയുക. ശരി. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പവറിൽ 4 അല്ലേ, നമ്മൾ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു ടേം എന്തായാലും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓൾ റൈസ് ടു 4 എന്ന് പറഞ്ഞൊരു ടേം വരും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓൾ റൈസ് ടു 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ എക്സ്പാൻഷനിൽ ഉണ്ടാവും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓൾ റൈസ് ടു 4. പിന്നെ ഒരുപാട് ടേമുകൾ വരിക, ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെ വേണമെങ്കിലും ടേമുകൾ വരും. ഇതിൽ അത് വരൂല, ആ പ്രശ്നം വരൂല. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഓൾ റൈസ് ടു 5 ഇൻറ്റു 5 25 വരിക. പക്ഷേ ഓർഡർ 2 ആയതുകൊണ്ട് അതിൻ്റെ ഹയസ്റ്റ് പവർ വരാൻ പോകുന്നത് പിന്നെ എന്തായാലും ഒരു 4 ഉള്ളതായിരിക്കും ഹയസ്റ്റ് പവറിൽ വരുന്നത്. അപ്പോൾ ആ 4 സെലക്ട് ചെയ്താൽ മതി. ഹയസ്റ്റ് പവർ അല്ലേ വേണ്ടത്, അപ്പോൾ ആ 4 ആയിരിക്കും ഡിഗ്രി. അതായത് ഓർഡർ 2 ഡിഗ്രി 4 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. ആ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, സാധാരണതുപോലെ അല്ല തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ സാധാരണ ഉള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒന്ന് ഡെവലപ്പ് ആകുന്നതായിരിക്കും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത നോക്കിക്കോ. ദ എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് C1 C2 C3 ആൻഡ് C4 ഫ്രം y equal to C1 plus C2 sin x plus C3 minus C4 e raised to x gives a differential equation of order. ഓക്കെ, അതായത്
ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവും ഡെഫിനറ്റ്ലി. അതിന്റെ ഓർഡർ എന്തായിരിക്കും എന്നുള്ളതാ ചോദ്യം. നിങ്ങൾ ഇത് ബേസിക്കലി എന്താ, ദിസ് ഈസ് എ സൊല്യൂഷൻ. ഇതൊരു സൊല്യൂഷനാ. ഈ സൊല്യൂഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട് നോക്ക്. സൊല്യൂഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടോ അതായിരിക്കും നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താണെന്നറിയോ? നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് ഇൻ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറിന് സെയിം ആയിരിക്കും അതിന്റെ സൊല്യൂഷനിലുള്ള ആർബിട്രറി കോൺസ്റ്റന്റിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുക, ഇത് എലിമിനേറ്റ് ചെയ്യുക, അത് നിങ്ങൾ ആലോചിക്കണ്ട. ഇത് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിന്റെ ജനറൽ സൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഇത് നമ്മൾ ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി നിങ്ങൾ ജനറൽ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ജനറൽ സൊല്യൂഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടോ അതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഈ സൊല്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാകും. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതിലുള്ള ആർബിട്രറി കോൺസ്റ്റന്റിന്റെ എണ്ണമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓർഡർ കണ്ടെത്തണമെങ്കിൽ ഇതിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടാകും എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇതിൽ 1, 2, 3, 4 ആർബിട്രറി കോൺസ്റ്റന്റുകളാണ് ഉള്ളത് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. ഈ C1ഉം C2ഉം ഒരുമിച്ചല്ലേ ഉള്ളത്. അപ്പോൾ ഈ C1 + C2 നിങ്ങൾക്ക് ഒരൊറ്റ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. ശരിയാ, ഇതൊരൊറ്റ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾ ഇവിടെ K sin x + C3 മൈനസ് C4 e⁻x ഇങ്ങനെ എഴുതിയാൽ മതി ഇതിൻ്റെ സൊല്യൂഷന്. അപ്പം നിങ്ങൾ ഇനി എത്ര കോൺസ്റ്റന്റ് ഉണ്ട് നോക്കി. ഇതൊരു കോൺസ്റ്റന്റ്, ഇത് രണ്ടാമത്തെ കോൺസ്റ്റന്റ്, ഇത് മൂന്നാമത്തെ കോൺസ്റ്റന്റ്. അപ്പോൾ കോൺസ്റ്റന്റുകളുടെ എണ്ണം ആർബിട്രറി കോൺസ്റ്റന്റ് 3 ആയതുകൊണ്ട് ഇതാ നോക്കണേ, ആർബിട്രറി കോൺസ്റ്റന്റ് 3 ആയതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ഓഫ് ഡി, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് 3 തന്നെ ആയിരിക്കും. ഗോട്ട് ഇറ്റ്? ഐഡിയ ക്ലിയർ ആണോ? സിമ്പിൾ സാധനമാണ്, ഐഡിയ മനസ്സിലാക്കിയാൽ മതി. ഇതൊരിക്കലും നിങ്ങൾ രണ്ടെണ്ണമായിട്ട് കൺസിഡർ ചെയ്യേണ്ട, കാരണം ഇത് ഒരുമിച്ചുള്ളത്. അപ്പോൾ x + C3 C3 - C4 ഇതൊക്കെ ഒരുമിച്ച് ചെയ്താൽ പറ്റൂലേ? അതെങ്ങനെ പറ്റുക? ഒന്ന് സൈൻ്റെ ഉള്ളിലാണുള്ളത്, ഒന്ന് e⁻x കൂടെ ഉള്ളത്. അത് നിങ്ങൾക്ക് രണ്ടും കൂടി ആഡ് ചെയ്യാനൊന്നും പറ്റൂല. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ബേസിക് ഐഡിയ. അത് മനസ്സിലാക്കി വെച്ചാൽ മതി, സിമ്പിളാണ്. അടുത്ത നോക്കും, e⁻dy/dx = x + 2. ഇതിൻ്റെ സൊല്യൂഷൻ ആ ചോദ്യം. നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ അത് ഓർഡറും ഡിഗ്രിയും 1 ഉള്ളതിൻ്റെതേ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ തന്നെ നിങ്ങളോട് ഇവിടെ ഡിഗ്രി ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണെന്ന് വേണേൽ പറയാം അല്ലേ? കാരണം e⁻ പവറിലെ dy/dx ഉള്ളത്. പക്ഷേ ഇതിനെ നിങ്ങൾക്ക് എന്തിലേക്ക് മാറ്റിയെടുക്കാം? പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് മാറ്റാം. അതെങ്ങനെയാണെന്നല്ലേ, നമ്മൾ രണ്ട് ഭാഗത്തും ലോഗ് എടുക്കുന്നു. അതായത് ലോഗ് e⁻dy/dx വിച്ച് ഈസ് ഈക്വൽ ടു log x + 2 എന്ന് എടുക്കുന്നു. നോക്കി, ലോഗ് ഇയും കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് dy/dx ആൻഡ് ഇവിടെ log x + 2. ഈ dx അങ്ങോട്ട് പോയാൽ dy ഈസ് ഈക്വൽ ടു log of x + 2 dx എന്ന് വരും. ഇനി രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യും. സിമ്പിളാ. dy വേരിയബിൾ സെപ്പറബിൾ ആക്കി ഈ dxനെ അങ്ങോട്ട് കൊണ്ടുപോയി dy ഇവിടെ ഉണ്ട്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് log xൻ്റെ ഇൻ്റഗ്രലേ ഇത് ഞാനിവിടെ എഴുതുന്നില്ല, എങ്ങനെയാണ് വരുന്നത് എന്ന് എഴുതുന്നില്ല. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചാൽ നമ്മളത് ചെയ്യുക. x log x - x + c ഇതാണ് ആക്ച്വലി log xൻ്റെ ഇൻ്റഗ്രൽ. x log x - x + c ആണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഇവിടെ × 1 കൂടിയും കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഡിവൈന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഡിവൈന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ y. അപ്പോൾ നോക്ക്, log x + 2 ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിന് പകരം ഇവിടെ x + 2 ആണുള്ളത്. x log x, അപ്പോൾ x + 2 log x + 2. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 1 അപ്പോൾ ഡിവൈഡഡ് ബൈ 1 ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. x + 2, എക്സിന് പകരം x + 2, x + 2 × log x. log x എന്ന് പറഞ്ഞാൽ log x + 2. മൈനസ് എക്സ് ഉണ്ട്, മൈനസ് എക്സിന് പകരം x + 2, അപ്പോൾ -x + 2. ലാസ്റ്റ് ആറ് കൊടുക്കുക, +c കൊടുക്കുക. അതായത് ഒന്നുകൂടി നന്നാക്കി എഴുതിയാൽ y = x + 2 log x + 2 -x മൈനസും +2 -2 പിന്നെ ഒരു +c കൂടി ഉണ്ട്. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്. ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്താ ചെയ്യാന്നറിയോ? ഇവിടെ എന്താ സംഭവം എന്നറിയോ? ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ, ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ, ഇത് രണ്ടും കൂടിയും കൂട്ടിയിട്ട് ഒരൊറ്റ കോൺസ്റ്റന്റ് ആക്കി എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ y =
എക്സ് പ്ലസ് ടു ലോഗ് എക്സ് പ്ലസ് ടു മൈനസ് എക്സ് പ്ലസ് സി. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഈ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്, എക്സ് പ്ലസ് ടു ലോഗ് എക്സ് പ്ലസ് ടു മൈനസ് എക്സ് പ്ലസ് സി. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. മനസ്സിലായോ നിങ്ങൾ? ആദ്യം രണ്ട് ഭാഗത്ത് ലോഗ് എടുത്തിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് എത്താൻ, ആൻസറിലേക്ക് എത്താൻ. സിമ്പിളാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു. ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് വേരിയബിൾ സെപ്പറബിൾ എന്നൊരു പോസിബിലിറ്റി ഇല്ല. നമ്മുടെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യണം. കാരണം ഇവിടെ നിങ്ങൾ ലാംഡ എക്സ് ലാംഡ വൈ കൊടുത്തു നോക്കുക. 2 ലാംഡ എക്സ് മൈനസ് ലാംഡ വൈ ലാംഡ എക്സ് പ്ലസ് 2 ലാംഡ വൈ. ലാംഡ പുറത്തെടുത്താൽ ഇവിടുത്തതും ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2x മൈനസ് വൈ ബൈ എക്സ് പ്ലസ് 2y ഫംഗ്ഷൻ തന്നെ കിട്ടും, ഹോമോജീനിയസ് കൺഫേംഡ്. എങ്ങനെ ചെയ്യും? വളരെ സിമ്പിളാണ്. നിങ്ങൾ വൈ ബൈ എക്സിന് പകരം ഡി വൈ ബൈ ഡി എക്സ് നല്ലുള്ളത് വി ആയിട്ടും വി ഇസ് ഈക്വൽ ടു വൈ എക്സ് എന്ന് എടുക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ വൈ ഇസ് ഈക്വൽ ടു വി എക്സ് കേട്ടോ. വൈ ഇസ് ഈക്വൽ ടു വി എക്സ് എന്ന് എടുക്കുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഇത് ചെയ്താൽ വി പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1, വി ഇൻറ്റു 1 വി പ്ലസ് എക്സ് അവിടെ വെക്കുക, വിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്ന സമയത്തുള്ള സ്റ്റാർട്ടിങ് പ്രൊസീജിയേഴ്സ് അറിയാം. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി നമ്മൾ എന്താ ചെയ്യാം? നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 2x മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2y അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ് ഉള്ള സ്ഥാനത്ത് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് കൊടുക്കുക. ഓക്കെ, 2x മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ അല്ലേ? എക്സിന് പകരം ഒന്നും ചെയ്യണ്ട, വൈക്ക് പകരം വി എക്സ് കൊടുക്കുക. ബൈ താഴെയോ എക്സ് പ്ലസ് 2 വൈക്ക് പകരം വി എക്സ് കൊടുക്കുക. എന്നിട്ട് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്, ഇവിടെ നിന്ന് എക്സ് കോമൺ എടുത്താൽ 2 മൈനസ് വി ഡിവൈഡഡ് ബൈ, ഇവിടെ എക്സ് പുറത്തെടുത്താൽ 1 പ്ലസ് 2v എന്ന് കിട്ടും. എക്സും കട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഈ വിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ എക്സ് ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് 2 മൈനസ് വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2v ഉണ്ട്. ഈ പ്ലസ് വി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് വി ആവും. ഓക്കെ, അപ്പോൾ ദാ 2 മൈനസ് വി ഡിവൈഡഡ് ബൈ 2 മൈനസ് വി ഇൻറ്റു 1 2 മൈനസ് വി തന്നെ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് എഴുതാം 2 മൈനസ് വി 1 പ്ലസ് 2v ഇൻറ്റു മൈനസ് വി, അതായത് മൈനസ് വി ഇൻറ്റു 1 പ്ലസ് 2v ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2v. ഓക്കെ, 2 മൈനസ് വി ഇൻറ്റു 1 മൈനസ് വി ഇൻറ്റു പ്ലസ് 2v മൈനസ് 2v സ്ക്വയർ കിട്ടും. ബുദ്ധിമുട്ടില്ല. ഓൾ ഡിവൈഡഡ് ബൈ യു ഹാവ് 1 പ്ലസ് 2v. ഇതാണ് എക്സ് ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നല്ലതുപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മൈനസ് 2v മൈനസ് 2v സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2v എന്ന് കിട്ടും. ഓക്കെ, ഇനിയുണ്ടല്ലോ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ വെച്ച് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്നല്ലേ? വി ഉള്ളതൊക്കെ ഒരു ഭാഗത്ത്, എക്സ് ഉള്ളതൊക്കെ ഒരു ഭാഗത്ത് വരട്ടെ. ഈ ബൈ ഡി എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ഡി എക്സ്, ഇൻറ്റു എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എക്സ്. 1 പ്ലസ് 2v ബൈ ഉള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 1 പ്ലസ് 2v, അവിടെ ഒരു ഡി വി ഉണ്ട്. ഓൾ ഡിവൈഡഡ് ബൈ ഈ ടേം ഇങ്ങോട്ട് വരുമ്പോൾ 2 മൈനസ് 2v മൈനസ് 2v സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് എന്ന് കിട്ടും. റെഡി? ഓക്കെ ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണോ അവിടെ ഉള്ളത്? അല്ല, ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങളെ ആരെ കോമൺ എടുത്തോന്നറിയോ? -2നെ കോമൺ എടുത്തു. -2നെ കോമൺ എടുത്താൽ വി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2v, പിന്നെ ഇവിടെ വി ഉണ്ടാവും, വിൻ്റെത് 1 വരും. അതായത് ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ സിമ്പിളാണ്, റിസ്ക് ഒന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. -2നെ കോമൺ എടുക്കും. -2നെ കോമൺ എടുത്താൽ താഴെ നിന്ന് -2നെ കോമൺ എടുത്താൽ ഇവിടെ -2നെ കോമൺ എടുത്താൽ പിന്നെ വരിക -1 ആണ്. ഇവിടെ -2 കോമൺ എടുത്താൽ പിന്നെ വരിക പ്ലസ് വി ആ, ശരിയല്ലേ? വി ഇൻറ്റു -2v. ഇവിടെ -2നെ കോമൺ എടുത്താൽ പ്ലസ് വി സ്ക്വയർ കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ്. ഇനി നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്തോ. അപ്പോൾ ഇവിടെ -1/2 കോൺസ്റ്റൻറ്റ് നമുക്ക്
പിടിച്ച് പുറത്തിടാം. ഇവിടെ 1 + 2v ഡിവൈഡഡ് ബൈ ഇതെന്താ വരിക v² + v - 1 എന്നല്ലേ. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു dx/x ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ log mod x + c എന്നാണ് വരിക. ഇത് നോക്ക്, ഇത് ഫംഗ്ഷനും ഇത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. v² + v - 1, v² ഡെറിവേറ്റീവ് 2v, vയുടേത് 1, 1ൻ്റെത് പിന്നെ 0. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇതാ നോക്കേ, ലോഗ് മോഡ് ദാറ്റ് ഫംഗ്ഷൻ ഏതാ v² + v - 1 എഴുതി കൂടെ, വിച്ച് ഈസ് ഈക്വൽ ടു log mod x + c. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ. പക്ഷേ ചെറിയ പ്രശ്നമുണ്ട്, നമ്മുടെ ഓപ്ഷനിൽ അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. അപ്പോൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഓക്കെ, സോ എങ്ങനെ ചെയ്യും നോക്കിക്കോ. ഞാൻ ഏത് രീതിയിൽ വേണേലും നമുക്ക് ചെയ്യാം. ഞാൻ ഈ -1/2 അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ -2 അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ -2 അല്ലേ, അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇൻറ്റു -2 എന്ന് പറഞ്ഞു വരും. അതായത് അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ -1/2 -2 അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ശ്രദ്ധിച്ചോ, -2 അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ log v² + v - 1 വിച്ച് ഈസ് ഈക്വൽ ടു ആ -2 അങ്ങോട്ട് പോയാൽ -2 log x + c ഇങ്ങനെയാണ് വരിക. അതിൽ മാറ്റമൊന്നുമില്ല. ഈ -1/2 എന്ന് പറഞ്ഞാൽ -2 തന്നെയാണ്, സോറി 1/-2 തന്നെയാണ്. ആ ബൈ -2 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു -2 ആവും. അപ്പോൾ -2 × log x + c. ഓക്കെ, ഇനി വിക്ക് പകരം നമ്മൾ y/x കൊടുക്കും. വിക്ക് പകരം y/x കൊടുത്താൽ y/x² + y/x - 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു അവിടെ -2 log x + -2c എന്ന് വരും. റെഡി, ബുദ്ധിമുട്ടില്ല. ആൻഡ് ഇതിങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതിൻ്റെ മുമ്പ് ഇതൊന്നുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. y² + y/x - 1 ആൻഡ് ഇതിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താവും, +2 log x എന്ന് വരും. ശരി, അവിടെ ഒരു -2c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ്. ഇവിടെ ഡിനോമിനേറ്റർ നമ്മളെല്ലാം സെയിം ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ x² ഉള്ളത്, ഇവിടെ x² ആക്കണമെങ്കിൽ ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ മുകളിൽ ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും താഴെ x² വന്നാൽ സൗകര്യമല്ലേ. അപ്പോൾ ഇവിടെ താഴെ x² കൊണ്ട് x² വരണമെങ്കിൽ x² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മുകളിലും ആ x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ കറക്റ്റാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ലോഗ് ഡിനോമിനേറ്റർ മൊത്തം x² ശരിയല്ലേ. ന്യൂമറേറ്റർ y² + x × y xy - x² എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് ഇവിടെ ഈ 2 ഇത് നിങ്ങൾക്ക് പവറിലേക്ക് എഴുതിക്കൂടെ. a log b എന്ന് പറഞ്ഞാൽ log b⁻² അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് log x² എന്ന് എഴുതാം. ഇത് വേണേൽ നിങ്ങൾക്ക് വേറൊരു നമ്പറിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് c എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി നോക്ക്, log a + log b ആണെങ്കിൽ log ab അല്ലേ. അതായത് y² + xy - x² ഓൾ ഡിവൈഡഡ് ബൈ x² ഇൻറ്റു അല്ലേ log a + log b log ab. അപ്പോൾ അതാ ഇത് a ഇത് b, ഇങ്ങനെ ഇതിനും തെറ്റില്ല. ഈ സീനെ തന്നെ ഇവിടെ ലോഗ് ഉണ്ടല്ലോ, ഈ ലോഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ c എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലോഗായിട്ട് എടുത്തു. log c1 ആണ് ആക്ച്വലി c, വേറെ ഏതോ ഒരു നമ്പർ ആയിരിക്കും. ഇത് രണ്ടും സെയിം ആകണമെന്നില്ല, ഈ സിയും സെയിം ആയിരിക്കുമൊന്നുമില്ല. പക്ഷെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ജനറലി c എന്ന് പറയുന്നേ ഉള്ളൂ. ഇനി രണ്ട് ഭാഗത്തും ലോഗില്ലേ, ആ ലോഗുകൾ ക്യാൻസൽ ചെയ്യുക. അതേപോലെ അറ്റ് ദ സെയിം ടൈം ഈ x² ഈ x² ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക എന്നറിയോ, y² + xy - x² ഈസ് ഈക്വൽ ടു c. റെഡി, ഇത്രയും. ഇതെങ്ങനെ ഒരു ആൻസർ നിങ്ങൾക്ക് ഉണ്ടോ നോക്ക്. y² + ഇല്ലല്ലോ. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, ഒരു മൈനസ് ഉള്ളതുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ നിന്ന് ഒരു മൈനസ് കോമൺ എടുക്കും. ഒരു മൈനസ് കോമൺ എടുത്താൽ -y² - xy, ഇവിടുന്ന് മൈനസ് എടുത്താൽ +x² എന്നാവും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു c. ഈ മൈനസിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ ഇവിടെ നിങ്ങൾക്ക് x² - y² - xy, ഈ മൈനസ് അങ്ങോട്ട് പോയാൽ -c എന്ന് പറഞ്ഞു വരും. അത് വേറൊരു കോൺസ്റ്റൻ്റാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റുകൾ ഏതോ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് നമ്മൾ സി എന്നിട്ട് ഇങ്ങനെ വരികയായി. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക്, x² - y² - xy ഈസ് ഈക്വൽ ടു c. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ആക്ച്വലി ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഓപ്ഷനിലില്ലെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. കോൺസ്റ്റൻറ്റുകളെ പുറത്തിട്ടിട്ട് കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ എഴുതുന്നതിന് പ്രശ്നമല്ല. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തതാണ് മൈനസ് പുറത്തെടുത്തു, ഇവിടെ രണ്ട് ഭാഗത്തും പിന്നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ -c ആവും. -c എന്ന് പറഞ്ഞാൽ വേറൊരു കോൺസ്റ്റൻ്റ്, അതിനെ നിങ്ങൾ ലാസ്റ്റ് c എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. അടുത്ത് നോക്കും, ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും, അതുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ആ ഒരു ഫോമിലൊന്നും അല്ല ഉള്ളത്.
സൈൻ എക്സ് ഡി വൈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ട്. നമ്മളിത് ആദ്യം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സൈൻ എക്സ് ഡി വൈ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിൻ്റെ മുമ്പ് സൈൻ എക്സ് ഡി വൈ ഇവിടെ ഒരു ഡി എക്സ് ഇല്ലേ, ആ ഡി എക്സിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ ദാ സൈൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ബാക്കി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഹാഫ് സൈൻ 2x പ്ലസ് 2y കോസ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. റെഡി? ഇനി നോക്കും അടുത്ത സ്റ്റെപ്പിൽ ഇത് ലീനിയർ ആക്കാൻ വേണ്ടിയിട്ട് സൈൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഹാഫ് സൈൻ 2x പ്ലസ് ഹാഫ് ഇൻറ്റു 2y കോസ് എക്സ് എന്ന് പറഞ്ഞ് വരും. ഈ 2ഉം കട്ട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ സൈൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ് നോക്കണേ, നമുക്ക് y ഇൻറ്റു എക്സിൻ്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷനാണ് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് കഴിഞ്ഞുള്ള ടേമായിട്ട് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തോ. മൈനസ് വൈ കോസ് എക്സ് ഈക്വൽ ടു ഹാഫ് സൈൻ 2x എന്ന് എടുത്തോ. ഹാഫ് സൈൻ 2x ഇത് എക്സിൻ്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഇവിടെ എക്സിൻ്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ഇൻറ്റു വൈ എന്നുണ്ട്. പക്ഷേ ഡി വൈ ബൈ ഡി എക്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല. അതിൻ്റെ കൂടെ ആരുണ്ട്? സൈൻ എക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ടേമിനെയും ഇനി അടുത്ത സ്റ്റെപ്പിൽ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? സൈൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സൈൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ഇൻറ്റു കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോട്ടെക്സ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഹാഫ് ഇൻറ്റു ഇവിടെ വേണേൽ കട്ട് ചെയ്യുമ്പോഴേ സൈൻ 2x നിങ്ങൾക്ക് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. താഴെയും ഒരു സൈൻ എക്സ് ഉണ്ട്. ഓക്കെ, ഈ 2ഉം കട്ടായി പോകും. ഈ സൈൻ എക്സും കട്ടാവും. അതായത് ഇപ്പം നിങ്ങളുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുക. y കോട്ടെക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ഇതാണ് നിങ്ങളുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ വേണ്ടത്. അപ്പോൾ വൈയുടെ കൂടെ വരുന്നത് മാത്രം കണ്ടെത്തിയാൽ മതി. ഡി വൈ ബൈ ഡി എക്സിന് ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ട് വൈയുടെ കൂടെ വരുന്നത് മാത്രം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടെത്താൻ പറ്റും. അതായത് പി ഇസ് ഈക്വൽ ടു വൈയുടെ കൂടെ വരുന്നത് മൈനസ് കോട്ടെക്സ് അല്ലേ, നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ പിന്നെ നമ്മൾ എക്സിൻ്റെ ടൈമിലുള്ള ഒരു ഫംഗ്ഷൻ പി അങ്ങനെ ഉണ്ടായിരുന്നത് ഈക്വൽ ടു ക്യൂ. അപ്പോൾ വൈയുടെ കൂടെയുള്ള മൈനസ് കോട്ടെക്സ് ആണ് പി. ക്യൂ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ളത് കോസ് എക്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണമെങ്കിൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് മതി. അപ്പോൾ ഇ റൈസ് ടു മൈനസ് കോട്ടെക്സ് ഇതിൻ്റെ ഇൻ്റഗ്രൽ അല്ലേ, മൈനസ് കോൺസ്റ്റൻ്റ് അല്ലേ, പുറത്ത് വെച്ചോ. കോട്ടെക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗ് സൈൻ എക്സ് ആണ്. അപ്പോൾ ലോഗ് സൈൻ എക്സ് മൈനസിനെ പവറിലേക്ക് ഇടുക. അപ്പോൾ അതാ ഇ റൈസ് ടു ലോഗ് സൈൻ എക്സ് റൈസ് ടു ഈ -1 ആണിത്. സൈൻ എക്സ് റൈസ് ടു -1 വരും. ഈയും ലോഗും കട്ട് ചെയ്ത് പോയാൽ സൈൻ എക്സ് റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/sin x ആണ്. 1/sin x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ വിൽ ബി കൊസീക് എക്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? കൊസീക് എക്സ് ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വരിക. ഇനി സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിലും വലിയ റിസ്ക് ഒന്നുമില്ല. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. സിമ്പിളാണ്, സിമ്പിളായിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ടൈപ്പുകളും ഉണ്ട്, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഒരുപാട് ചോദ്യങ്ങളും ഇനിയുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ളത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കീം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ നമ്മൾ സമയമെടുത്ത് ചെയ്തതാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങളത് ഏറ്റവും കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് കൂടുതൽ വേഗതയിൽ ചെയ്തു തീർക്കണം എന്നുള്ളതാണ്. വീണ്ടും കാണാം. ബൈ.